കയ്യിൽ വെക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? അതിന് ഉപയോഗം ഉണ്ടാകുന്നത്. നീ വെറുതെ ഇരുന്നാൽ നിനക്ക് ഒരു ഉപയോഗമില്ല. ഒരാളുടെ കയ്യിലിരുന്നാൽ, ഇണങ്ങിയിരുന്നാൽ, അടങ്ങിയിരുന്നാൽ, മുറുകെ ഇരുന്നാൽ അതിനെന്ത് ചെയ്യും? പ്രയോജനമുണ്ടാകും. അതിനകത്ത് പാഠം എന്തെന്നറിയാമോ? നമ്മൾ ദൈവത്തിന്റെ കയ്യിൽ അമർന്നിരുന്നാൽ ദൈവത്തിന് നമ്മെ ഉപയോഗിക്കാൻ കഴിയും. ദൈവമാണ് നമുക്ക് കഴിവ് തരുന്നത്. ഇല്ലേ? നല്ല നല്ല പ്രോഗ്രാം അല്ല. അങ്കിൾ ലേറ്റ് ആയിട്ടാ വന്നേ, പക്ഷെ ഞാൻ അറിഞ്ഞു ഒത്തിരി പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അല്ലേ? പ്രാക്ടീസ് ചെയ്തൊക്കെ വന്നേ. ദൈവമാണ് കഴിവ് തരുന്നത്. ദൈവത്തിന്റെ കരങ്ങളിൽ ബലമുള്ള കരങ്ങളിൽ താണിരുന്നാൽ തക്ക സമയത്ത് ദൈവം ചെയ്യും, നമ്മളെ എന്ത് ചെയ്യും? ഉയർത്തും. അപ്പോൾ പെൻസിൽ നിലത്തിരുന്നാൽ ഒരു ഉപയോഗമില്ല, എന്നാൽ ദൈവകാര്യങ്ങളിലേക്ക് സമർപ്പിച്ചാൽ ഉപയോഗപ്പെടും. ഓക്കെ, അപ്പൊ നമ്മൾ ആരുടെ കയ്യിലിരിക്കണം? ദൈവത്തിന്റെ കാര്യങ്ങൾ ഉപയോഗിക്കണം. ഈ പെൻസിൽ നോക്കിക്കേ, ഇതിന്റെ അറ്റം നോക്കിക്കേ, നല്ല ഷാർപ്പല്ലേ? നല്ല ഷാർപ്പാ. ഇതിനാദ്യം ഇങ്ങനെ ഷാർപ്പ് അല്ലായിരുന്നു, പക്ഷെ ആരോ ഒരാളെടുത്ത് ബ്ലേഡ് വെച്ച് മുറിച്ച് ഇതിനെ ഷാർപ്പാക്കിയതാ. അപ്പൊ ഈ പെൻസിൽ കരയാൻ തുടങ്ങി. എനിക്ക് വേദന എടുക്കുന്നു, കരച്ചിൽ വരുന്നു, എനിക്ക് വേണ്ട, എനിക്ക് ഷാർപ്പനിങ് വേണ്ട. ചിലപ്പോൾ ബ്ലേഡ് എടുത്ത് ഷാർപ്പനർ വെച്ചിരിക്കുന്നത് ഭയങ്കര വേദനയില്ലേ? എനിക്കത് വേണ്ട. പക്ഷെങ്കിൽ ആ പെൻസിൽ മേക്കർ പറഞ്ഞു, നീ ഷാർപ്പാകുമ്പോഴേ നിന്നെ ഉപയോഗിക്കാൻ പറ്റൂ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഷാർപ്പ്നെസ് ഉണ്ട്. പാരന്റ്സ് വഴക്ക് പറയും, ചിലപ്പോൾ പാരന്റ്സ് സ്കൂൾ ടീച്ചേഴ്സ്, സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് ഒക്കെ വഴക്ക് പറയും. പക്ഷെ അതൊക്കെ ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? എന്റെ വചനപ്രകാരം സൂക്ഷിക്കുന്നതിനാൽ തന്നെ. അപ്പോൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഷാർപ്പനിങ് നമ്മൾ കംപ്ലൈന്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ അതിനെന്ത് ചെയ്യണം? ദൈവം നമ്മെ ഷാർപ്പൻ ചെയ്യുമ്പോഴാണ് ദൈവത്തിന് നമ്മെ ഉപയോഗിക്കാൻ കഴിയുന്നത്. ഓക്കെ, ഷാർപ്പൻ ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാമോ? നന്നായിട്ട് എഴുതാൻ പറ്റും. അപ്പൊ നമ്മുടെ ലൈഫിൽ നന്നായിട്ട് മറ്റുള്ള ജീവിതത്തിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കും. ഓക്കെ, നമ്മുടെ ലൈഫിൽ മറ്റുള്ളവരെ സ്വാധീനം ചെലുത്താൻ സാധിക്കും. എന്നാൽ നമ്മുടെ ലൈഫിൽ ചില മിസ്റ്റേക്ക് ഒക്കെ വരും, അല്ലേ? എല്ലാവരും പെർഫെക്റ്റ് ഒന്നും അല്ലല്ലോ. ഒരാൾ മാത്രമേ പെർഫെക്റ്റ് ഉള്ളൂ. ആരാ പെർഫെക്റ്റ്? ഒരാളാരാ? യേശു മാത്രമേ പെർഫെക്റ്റ് ഉള്ളൂ. നമ്മളൊക്കെ കുറവുകളൊക്കെ ഉണ്ട്, ഷോർട്ട് കമ്മിങ്സ് ഉണ്ടാവും. പാസ്റ്റേഴ്സ് ആയാലും പാരന്റ്സ് ആയാലും എല്ലാം ഷോർട്ട് കമ്മിങ്സ് ഉണ്ടാവും. പക്ഷെങ്കിൽ അതിൻ്റെ അകത്തിന് പുറകിലൊരു സാധനമുണ്ട്. എന്താണെന്നറിയാമോ? എറേസർ. ഇപ്പൊ നമ്മുടെ ലൈഫിൽ തെറ്റ് വന്നു എന്ന് വിചാരിച്ച് കർത്താവ് നമ്മളെ ശിക്ഷിക്കത്തൊന്നുമില്ല. ദൈവത്തോട് മാപ്പ് അപേക്ഷിച്ചാൽ, ക്ഷമ ചോദിച്ചാൽ എന്ത് ചെയ്യും? തെറ്റുകളെ തിരുത്തുവാൻ സാധിക്കും, മായ്ക്കുവാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ലൈഫിൽ സ്കൂളിൽ പോകുമ്പോൾ, കോളേജിലൊക്കെ പോകുമ്പോൾ തെറ്റുകളും, അല്ലേ, നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ? തെറ്റുകളും കുറ്റങ്ങളൊക്കെ വരും. പക്ഷെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തോട് പറയേണ്ടത് മാപ്പ് ദൈവത്തോട് പറയണം, മനുഷ്യരോട് പറയേണ്ടത് മനുഷ്യരോട്. ലൈഫ് കറക്റ്റ് ആകാൻ സാധിക്കും. പെൻസിലിന് മാത്രമേ, പേന കൊണ്ട് എഴുതിയ കറക്റ്റ് ചെയ്യാൻ സാധിക്കുമോ? ഡിഫിക്കൽട്ടാ. പെൻസിൽ കൊണ്ട് എഴുതിയ കറക്റ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ എത്ര പോയിന്റ് പറഞ്ഞു ഞങ്ങള്? ഇപ്പൊ എത്ര എണ്ണം പറഞ്ഞു? 1, 2, 3. Number 1, be humble in God's hand. Number 2, when you are sharpened, you are more usable. Okay. Number 3, you can be corrected in your life. You can be corrected in your life. പറഞ്ഞു 4th point. Okay, നോക്കിക്കേ, പുറത്ത് നല്ല പിങ്ക് കളർ ഉണ്ടല്ലേ? പക്ഷെങ്കിൽ പുറമേക്കാളും എന്തുകൊണ്ട് നമ്മൾ എഴുതുന്നേ? വാട്ട് ഈസ് ഇൻസൈഡ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്, അല്ലേ? നമ്മൾ എഴുതുന്നത് എന്താ വെച്ചാൽ ഇതല്ലേ തെളിയുന്നത്. ഓക്കെ, പുറമെ എങ്ങനെ ആയിരുന്നാലും കാര്യമില്ല. ഇത് പിങ്ക് ആകാം, ബ്ലാക്ക് ആകാം, റെഡ് ആകാം. ഓക്കെ, എനി കളർ, ഇറ്റ് ക്യാൻ ബി എനി കളർ, ഇറ്റ് ക്യാൻ ബി നോ കളർ. ബട്ട് വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ഈസ് വാട്ട് ഈസ് ഇൻസൈഡ് ഓഫ് യു. അപ്പോൾ നമ്മൾ പുറമെ എങ്ങനെയാണ് എന്നല്ല കാര്യം. ദൈവം നോക്കുന്നത് പുറമേ ഉള്ള കാര്യമല്ല. മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുന്നു, ദൈവമോ അകമേ ഉള്ളത് നോക്കുന്നു. ഹൃദയത്തിന്റെ വിചാരങ്ങളാണ് ദൈവം നോക്കുന്നത്. ഒരാൾ നിങ്ങളെ കളിയാക്കും, നിങ്ങൾക്ക് പൊക്കമില്ല, വണ്ണമില്ല, അല്ലെങ്കിൽ കാണാൻ കൊള്ളത്തില്ല, പല്ല് പുഴുപ്പില്ല എന്നൊക്കെ പറയും. പക്ഷെ നിങ്ങൾ അത് വിചാരിക്കണ്ട. നമുക്ക് ക്യാരക്ടറാണ് വലുത്, നമ്മുടെ ആത്മാവാണ് വലുത്. ഒരു മനുഷ്യൻ ഒരു മനുഷ്യന്റെ മുഴു ലോകം നേടിയാലും ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം? അങ്കിളുടെ ഷോർട്ട് സ്റ്റോറി ലോങ് സ്റ്റോറി ആയിപ്പോയോ? ഓരടിച്ചോ? നിർത്തിയാക്കട്ടെ. അങ്കിൾ പറഞ്ഞ 4th പോയിന്റ് എന്താണ്? ഓക്കെ,
What is inside is more important than what is outside. What is inside is more important than what is outside. Okay. Now the fifth point. ഇങ്ങനെ ഈ പെൻസിൽ എഴുതി കഴിയുമ്പോഴത്തേക്കും എന്ത് ചെയ്തും ഇത് നീളം കൂടി വരുമോ കുറഞ്ഞു വരുമോ? കുറഞ്ഞു വരും. നമ്മൾ കർത്താവിന് വേണ്ടി ഉപയോഗിച്ച് നമ്മുടെ ലൈഫ് തീരണം. വെറുതെ ഇത് നഷ്ടപ്പെടുത്തരുത്. നമ്മുടെ വെറുതെ സമയം ആരും നഷ്ടപ്പെടുത്തരുത്. Don't sit idly, but use yourself for the glory of God. നമ്മൾ എന്ത് കഴിച്ചാലും കുടിച്ചാലും ചെയ്താലും ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ചെയ്യണം. ആരും സമയം വെറുതെ കളയരുത്. ആരും ചുമ്മാ സമയം കളയരുത്. Use yourself, your talents, put your talents to use. അങ്ങനെ ദൈവത്തിന് വേണ്ടി നമുക്ക് എരിഞ്ഞൊരു നല്ല മെഴുകുതിരി അണയുന്നത് പോലെ അല്ലെങ്കിൽ നല്ല പെൻസിൽ ഉപയോഗിച്ചിരുന്നത് പോലെ നമുക്ക് തീരാൻ സാധിക്കും. The last and final point, when you use yourself, okay, you are leaving a mark behind. നാം ഉപയോഗിക്കുമ്പോൾ നമ്മൾ പെൻസിലെടുത്ത് പേപ്പർ വരച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു മാർക്ക് ഉണ്ടാകത്തില്ലേ? അല്ലേ? അത് അടുത്ത തലമുറയ്ക്ക് വായിക്കാൻ പറ്റത്തില്ലേ? അല്ലേ? നമ്മുടെ ജീവിതം കൊണ്ട് ചെയ്യുന്നത് അടുത്ത തലമുറയ്ക്ക് വായിക്കാൻ പറ്റണം. ഓക്കെ, നിങ്ങൾ നല്ല മാർക്കുകൾ, നല്ല ഉദാഹരണങ്ങൾ, നല്ല എക്സാമ്പിൾസ് മറ്റുള്ളവർക്ക് വേണ്ടി ലോകത്തിൽ നൽകി പോകണം. ഓക്കെ, പണം കൊടുത്താൽ പണം നഷ്ടപ്പെടും. എന്നാൽ ഒരാളുടെ ജീവിതത്തെ കർത്താവിലേക്ക് നയിച്ചാൽ, നമ്മുടെ ക്യാരക്ടർ കൊണ്ട് മറ്റുള്ളവരെ സ്വാധീനിച്ചാൽ അതെല്ലാം തലമുറകളോളം ഓർക്കാൻ ഇടയായി തീരും. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ 50-55 കൊല്ലം മുമ്പ് ഞാനിവിടെ വന്നേ. ഇത് തുടങ്ങിയ പാസ്റ്റർമാര് പലരും ഇന്നില്ല, തുടങ്ങിയവരാരും ഇന്നില്ല. പക്ഷെ അവര് ഒരു ദർശനം കിട്ടി, ഇവിടെ വന്നു, ദേശത്തെ സുവിശേഷം പറഞ്ഞു. ഓക്കെ, അങ്ങനെ വന്നപ്പോഴാണല്ലോ തലമുറയിലേക്ക് ഇത് പകർന്നു കൊടുത്തത്. ഈ ജനറേഷൻ കണ്ടിന്യൂ ചെയ്യുക. നിങ്ങളിലേക്ക് പകർന്നു കൊടുക്കുന്ന ഈ വെളിച്ചം, സൺഡേ സ്കൂൾ മുഖാന്തരം, ചർച്ച് മുഖാന്തരം ഞങ്ങൾ പകർന്നു തരുന്ന വെളിച്ചം, you pass on to others, leave a mark behind and you will make history. It's a good story. You enjoyed it? Put your hands together and give that praise and thank unto our Lord Jesus Christ.